അതിനെക്കുറിച്ച് അങ്ങനെ പ്രത്യേകിച്ച് പ്രതികരണം എന്ന് പറയുന്നത് നമ്മുടെ അമ്മ സംഘടനയുടെ ജനറൽ ബോഡി ദിവസം അവിടെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അമ്മയുടെ നിലവിലുണ്ടായിരുന്ന എല്ലാ ഭാരവാഹികളും രാജിവെച്ച് പോവുകയാണ് എന്ന് പ്രഖ്യാപിച്ചു. അവർ പ്രഖ്യാപിച്ച് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പ്രസിഡന്റ് ഞാൻ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് കൂടെ രാജിവെക്കുന്നു എന്ന് അംഗങ്ങളോടും മാധ്യമങ്ങളോടും പറഞ്ഞ് അവിടുന്ന് പോയപ്പോൾ അവിടെ പെട്ടെന്നൊരു വാക്കമുണ്ടായി, ഒരു അബാൻമെന്റ്, ഒരു പെട്ടെന്നൊരു അനാഥത്വം ഉണ്ടായപ്പോൾ അവിടെ നിന്നുകൊണ്ട് അവിടെയുള്ള ആളുകൾ ജഗദീഷ് ഏട്ടനെ തൽക്കാലം അധ്യക്ഷനായി വെച്ചുകൊണ്ട് ഒരു ചർച്ച നടത്തുകയും അപ്പോൾ മീറ്റിംഗ് അനന്തമായി നീണ്ടുപോകുന്നത് കാരണം അവിടെ നിന്ന് ജസ്റ്റ് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നെ ഫോണിൽ ബന്ധപ്പെട്ടിട്ട് ഇങ്ങനൊരു അഡ്വോക്കറ്റ് കമ്മിറ്റി ഉണ്ടാക്കേണ്ട ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടായി, പിഷാരടി ഇതിൽ നിൽക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് നല്ല തിരക്കുകൾ ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ ഒരു സ്വന്തം സംഘടന എന്നുള്ള നിലയിൽ ഇതിന്റെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ഇതിനെ സഹായിക്കാൻ എനിക്ക് പറ്റുമെങ്കിൽ അത് ചെയ്യേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ് എന്നൊരു ചിന്തയോടുകൂടി ഞാൻ നിൽക്കാൻ ചേട്ടാന്ന് പറഞ്ഞു. ഞങ്ങൾ നിന്നു. അങ്ങനെയാണ് ഞാൻ ഉൾപ്പെടുന്ന ഒരു അഡ്വോക്കറ്റ് കമ്മിറ്റി ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ടായത്. അപ്പോൾ ഇപ്പം വൈകുന്നേരം വാർത്ത കണ്ടു. അത് ഞാൻ സൈറ്റിൽ കയറിയ വിധി എന്താണ്, വിധിയല്ല സ്റ്റേ എന്താണെന്ന് നോക്കി. സ്റ്റേ എന്താണെന്ന് നോക്കിയപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് എനിക്ക് മനസ്സിലായത് കമ്മിറ്റിയല്ല, എനിക്ക് വ്യക്തിപരമായി ഇത് അല്ലാതെ എൻ്റെ വ്യക്തിപരമായ ഒരു പ്രശ്നമേ ഇതിനകത്തില്ല. ഈ സ്റ്റേയുമായി ബന്ധപ്പെട്ട് ഞാനെന്ന വ്യക്തിയുടെ യാതൊരു വിഷയവുമില്ല. ഞാനൊരു സംഘടനയുടെ അഡ്വോക്കറ്റ് കമ്മിറ്റിയുടെ കൺവീനറായി എനിക്ക് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടാനോ മറ്റു കാര്യങ്ങളോ ചെയ്യാനോ ഉള്ള ഒരു അധികാരമില്ല എന്നുള്ള രീതിയിലാണ് സ്റ്റേ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേ വരുന്ന സാഹചര്യത്തിൽ കമ്മിറ്റി പറഞ്ഞു ഞാനായി, കോടതി പറഞ്ഞു ഞാൻ മാറുന്നു. എനിക്ക് എൻ്റെ കോടതി അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എനിക്കിതിലങ്ങനെ വലിയ എൻ്റെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം കൂടെ കണക്കിലെടുത്ത് ഇതിലങ്ങനെ കടിച്ചു തൂങ്ങണം എന്ന് എനിക്ക് യാതൊരു ആഗ്രഹവും ഇല്ലാത്തത് കൊണ്ട് ഞാനും രാജിവെക്കാം, മാറാം, ബാക്കി ചുമതലകൾ എങ്ങനെയാന്ന് വെച്ചാൽ നടന്നു പോട്ടെ. എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. എനിക്ക് മനസ്സിലായത് ഇപ്പൊ എന്റെ പേര് മാത്രമേ ഞാൻ ആ ഇതിൽ കണ്ടുള്ളൂ. അതെ, പക്ഷെ മെമ്പേഴ്സ് എന്നില്ല. രാജിവെക്കുന്നതാണ് പറഞ്ഞത്. താങ്കളുടെ കേസ് അല്ലെങ്കിൽ താങ്കൾക്കെതിരെയുള്ള ഹർജിയിൽ അന്തിമ തീരുമാനം കോടതിയിൽ വന്നിട്ടില്ല, താൽക്കാലിക സ്റ്റേ ആണ്. അപ്പോൾ ആ സ്റ്റേയിൽ തീരുമാനം ആ താൽക്കാലിക സ്റ്റേ ആണെങ്കിൽ ഞാൻ എന്താണെന്നറിയാമോ, ഞങ്ങൾ അഡ്വോക്കറ്റ് കമ്മിറ്റി കയറിയതിന് ശേഷം ഇപ്പൊ 10-15 ദിവസമായില്ല, ഞങ്ങൾക്ക് ഇതിന്റെ മിനിറ്റ്സ് ബുക്ക് കിട്ടിയിട്ടില്ല. അവിടുത്തെ പ്രസിഡന്റ് സെക്രട്ടറിയുടെ ഒന്നും ഓഫീസിന്റെ താക്കോലുകൾ കൈമാറിയിട്ടില്ല. എന്നിട്ട് പോലും ഞാൻ പത്രസമ്മേളനത്തിൽ ഞാൻ 2 പത്രസമ്മേളനമേ കൂടിയുള്ളൂ. അത് ഒന്ന് പത്രസമ്മേളനം കൂടിയതല്ല, ഞാൻ നമ്മുടെ ഓപ്പറേഷൻ തൂഫാന്റെ ഉദ്ഘാടനം പാലക്കാട് കഴിഞ്ഞ് വരുമ്പോൾ മാധ്യമങ്ങൾ കണ്ടപ്പോൾ ചോദിച്ചതാണ്. അപ്പോൾ ഇതൊന്നും തന്നില്ലെങ്കിലും നമ്മൾ ഇവരോട് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുകയൊക്കെയാണ് ചെയ്തത്. എനിക്കിതുമായി ബന്ധപ്പെട്ട് അമ്മ സംഘടന 10-32 വയസ്സായ ഒരു സംഘടനയെ കോടതിയിൽ എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹവും എനിക്കില്ലായിരുന്നു. അത് രമ്യതയിൽ പരിഹരിക്കണം. ഞാൻ സംസാരിക്കാമെന്ന് ഓർത്തു. ഞാൻ അങ്ങനെ എൻ്റെ ആദ്യത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ ശ്വേതയോട്, അൻസിബയോട്, ടിനിയോട്, അവരുടെ അഡ്വക്കേറ്റുമാരോട്, മല്ലിക ചേച്ചിയോട്, ലക്ഷ്മി പ്രിയയോട്, ഞാൻ ഇവരോടെല്ലാം മണിക്കൂർ കണക്കിന് സംസാരിച്ചു എന്നാണ് ഞാനന്ന് പറഞ്ഞത്. അങ്ങനെ മണിക്കൂർ കണക്കിന് സംസാരിച്ചതിൽ ഒരു ഓഡിയോ ആണ് ഇന്ന് ലീക്ക് എന്നാണ് നിങ്ങളൊക്കെ വാക്ക് ഉപയോഗിക്കുന്നത്. ലീക്കല്ല, റിലീസാണ്. ലീക്കും റിലീസും വ്യത്യാസമുണ്ടല്ലോ. റിലീസാണ്. അതിന്റെ ഓഡിയോ ക്വാളിറ്റിയുടെ വ്യത്യാസം, എൻ്റെ ഫോൺ ടോണും ബാക്കി ലൈവ് ടോണും കേട്ടാൽ എവിടുന്ന ലീക്കായെന്നൊക്കെ അല്ലെങ്കിൽ റിലീസായെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. എനിക്ക് വ്യക്തിപരമായി എൻ്റെ വ്യക്തിപരമല്ല ഈ പ്രശ്നമെന്ന് പറഞ്ഞെങ്കിലും വ്യക്തിപരമായി എനിക്ക് വലിയ സൗഹൃദം ഉണ്ടായിരുന്ന, ഞാനുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്ന ഇനി ഉണ്ടാവുമായിരിക്കും, കാണുന്ന ഒരാളിൽ നിന്നും ആ ഓഡിയോ നമ്മളൊരു രമ്യതയിൽ എത്തിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് വർത്താനം പറയുന്ന അനുരഞ്ജന സംസാരങ്ങളുടെ ഓഡിയോ പുറത്തു വിട്ടതിൽ എനിക്കൊരു പേഴ്സണൽ ഇഞ്ചുറി, ഒരു വേദന ഉണ്ട്. അതാണ് എനിക്ക് ആകെ ഇതുമായി ബന്ധപ്പെട്ട് തോന്നിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നല്ലത് വരണമെന്ന് മാത്രമല്ല വിചാരിക്കുന്നത്, നമ്മളെല്ലാവരും ഇതിനകത്തുള്ള എല്ലാവരും ഒന്നിച്ച് നിൽക്കണം കിടക്കണം എന്നാണ്.